ഞങ്ങളുടെ മേയർ ഒരു ഗംഭീര ഷെൽട്ടർ തുടങ്ങിയിട്ടുണ്ട്. അതാണ് എവിടെ BJP കൗൺസിലർമാരുള്ള സ്ഥലത്ത് നിന്ന് പുറഞ്ചം പിടിക്കുകയാണ്. ഇവരുടെ വീടിന്റെ മുന്നിൽ എന്റെ വീടിന്റെ മുന്നിൽ പിടിക്കാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ അത് നിയമവിരുദ്ധമാണ്. എന്റെ വീടിന്റെ മുന്നിൽ വയലൻസ് പറയുന്ന ആഹാരം കിട്ടാത്തതുകൊണ്ടാണ് സാറിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ സാറുടെ ചിരി കാണത്തില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് നിരവധി പ്രശ്നങ്ങൾ. പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരമില്ല. പ്രശ്നം ആർക്കൊക്കെയാണ്? അന്തംഗമ്മകൾക്കും കൊങ്ങികൾക്കും ഒക്കെ ഉള്ള ദേഷ്യത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ്റെ മുന്നിൽ വന്നു നിന്ന് വലിയ പ്രശ്നമാണ്. ആരെന്നറിയാമോ? മൃഗസംരക്ഷണത്തിൻ്റെ ആൾക്കാരാണ്. മൃഗസംരക്ഷണത്തിൻ്റെ ആൾക്കാർ വന്നു നിന്നിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ്. ഇവിടെ തെരുവ് നായ്ക്കളെ കാണാനില്ല, തെരുവ് നായ്ക്കളെ കാണാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എവിടെ തെരുവ് നായ്ക്കൾ, ഞങ്ങളുടെ തെരുവ് നായ്ക്കൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. നഗരസഭയുടെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ബഹളം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. തെരുവ് നായ്ക്കൾ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്നതിനെയൊക്കെ പിടിച്ച് കൃത്യമായിട്ട് ABC, അതായത് അനിമൽ ബർത്ത് കൺട്രോളിൻ്റെ ചട്ടങ്ങളൊക്കെ പാലിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടത്തി ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് ഷെൽട്ടർ ഹോമുകളിലാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ ഷെൽട്ടറുകൾ, ഡോഗ് ഷെൽട്ടർ ഹോംസ് അതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് കൊണ്ടാക്കുന്നത് എന്നുള്ള വിശദീകരണം നഗരസഭ പറഞ്ഞു. തെരുവ് നായ്ക്കളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഈ നിലവിളി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിലവിളിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം നമുക്ക് ചോദിക്കേണ്ടി വരും, എങ്ങനെയാണ് തെരുവ് നായ്ക്കൾ ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ട്. തെരുവ് നായ്ക്കൾ ചുമ്മാ ഒരു ദിവസത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന തെരുവുകളിലേക്ക് വന്നിറങ്ങിയതല്ല. തെരുവ് നായ്ക്കൾ മനുഷ്യൻ്റെ പരിണാമഘട്ടം മുതൽ നായ്ക്കളായിട്ട് കൂടെ കൂടിയവർ പിന്നീട് തെരുവിലാക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ആ വാസ്തവം അറിഞ്ഞുകൂടാത്തവരുമല്ല ഈ മൃഗസ്നേഹികൾ എന്ന് പറയുന്നത്. മൃഗസ്നേഹികളായിട്ട് നടിക്കുന്നവർ വലിയ ഇരട്ടത്താപ്പുകാരാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. പ്രാഥമികമായിട്ട് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം അങ്ങോട്ട് പറയാം. ഈ നാട്ടുകാർ, സാധാരണക്കാർ എന്നുള്ള നിലയ്ക്കാണ് ഇത് പറയുന്നത്. ഞങ്ങൾക്ക് നാട്ടിലെ പട്ടിയല്ല വലുത്, സ്വന്തം കുട്ടികളാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുട്ടികൾ പട്ടി കടിച്ച് പേ പിടിച്ച് പിടച്ച് മരിക്കുന്നത് കാണാൻ ഈ നാട്ടിലെ ഒരു രക്ഷകർത്താവും ആഗ്രഹിക്കുന്നില്ല. അതിന് ഏത് മൃഗസ്നേഹി വന്നതെന്ന് പറഞ്ഞാലും ശരി തന്നെ, അതങ്ങ് വളവ് കഴിഞ്ഞിട്ടുള്ള പള്ളിയുണ്ടല്ലോ അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. കാരണം നാട്ടിലെ പട്ടികളല്ല, സ്വന്തം കുട്ടികളാണ് ഞങ്ങൾക്ക് വലുത് എന്നുള്ളത് തന്നെയാണ്. പട്ടിയോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് പട്ടിയോടെല്ലാം സ്നേഹം തന്നെയാണുള്ളത്. പട്ടി വളരെ നന്ദിയുള്ള ജീവിയാണ്. അത് നമുക്ക് ചരിത്രപരമായിട്ട് മനുഷ്യൻ്റെ പരിണാമപരമായിട്ട് ഒക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയുമാണ്. നമുക്കാർക്കും അതിനോട് ഹറാമൊന്നുമില്ല. പക്ഷേ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നാട്ടുകാർക്ക് വിനയാകുന്ന, മനുഷ്യരെ കടിച്ച് പട്ടി കടിയേറ്റിട്ട് ആശുപത്രിയിലാകുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു വിപത്തുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പട്ടിയെ പിടിക്കുന്നു, അതിനെ കൊണ്ട് ഷെൽട്ടറിൽ കൊണ്ട് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വന്ധ്യം കരിക്കുകയും ചെയ്യും അതിനെ എന്നുള്ളത്. പിന്നെ ഈ മൃഗസ്നേഹികൾ എന്തേ ആദ്യം ചോദിച്ച ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുക, എന്തുകൊണ്ടാണ് ഇവർ വീട്ടിൽ കൊണ്ടുപോയി വളർത്താത്തതിനെ? കപട മൃഗസ്നേഹികളല്ലേ ഇവർ? ഒരാൾ അത്രയ്ക്ക് മൃഗസ്നേഹമുള്ളവരാണ്, പട്ടികളെ ഒന്നും തെരുവിൽ കാണാനില്ല എന്ന് പറയുകയാണെങ്കിൽ 5 എണ്ണത്തിനെ വീതം പറക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തണം. ഈ പറയുന്ന വാക്സിൻ കൊടുക്കുക, മറ്റ് ഇഞ്ചക്ഷനുകൾ കൊടുക്കുക, അതിന് മരുന്ന് കൊടുക്കുക, നല്ല ആഹാരം കൊടുക്കുക. എങ്ങനെയാണ് തെരുവ് പട്ടികൾ തെരുവിലായത്? തെരുവ് പട്ടികളല്ല, ഒരു പട്ടികൾ എങ്ങനെയാണ് തെരുവിലായതെന്നുള്ളതാണ്. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ മെരുക്കിയെടുത്ത് കൂടെ കൂട്ടിയവരാണ്. നമ്മൾ വേട്ടയാടുന്ന കാലഘട്ടം മുതൽ, അതായത് മനുഷ്യൻ വേട്ടയാടുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പിറവി തൊട്ട് അവൻ ഈ പറയുന്ന ജീവിയെ ഒപ്പം കൂട്ടിയതാണ്. അവന് വേട്ടയാടാൻ നേരത്തെ സഹായത്തിന്, അവൻ അത് കഴിഞ്ഞിട്ട് അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി, അതിനു മുമ്പ് അവൻ ഈ കന്നുകാലികളെ മേയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ അവൻ്റെ സഹായിയായി, അവൻ്റെ സംരക്ഷകനായി ഒക്കെ ഒപ്പം കൂടിയതാണ്. പിന്നീട് കാവലിന്, അത് കഴിഞ്ഞ് കാവലിനും ഇപ്പം CCTV വന്നു. ഈ പറയുന്ന പട്ടിയുടെ ആവശ്യമില്ല. അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇവയെല്ലാം പുറത്താക്കപ്പെട്ടു. അത് മാത്രവുമല്ല, മുന്തിയേനം നായ്ക്കൾ വെളിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, വെളിയിൽ നിന്നുള്ള നായ്ക്കൾ വന്നിട്ടുണ്ടല്ലോ, ഈ നായ്ക്കളെയൊക്കെ സംരക്ഷിക്കണം, അതിനെ വളർത്തണം, അതിനെ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മളുടെ നാടൻ പരിയ ഡോഗ്സ് എന്ന് പറയുന്ന ഈ ഡോഗ്സിനെയെല്ലാം പുറന്തള്ളി. ഇവ മാത്രമല്ല കേട്ടോ, നമ്മുടെ തനതായിട്ടുള്ള ബ്രീഡുകൾ ഒരുപാടുണ്ടായിരുന്നു. ഫോറിൻ ഡോഗ്സ് വന്നപ്പോൾ സംഭവിച്ചത് അതാണ്. നമ്മുടെ തെരുവിലുള്ള പട്ടികൾ പോലും ഇന്ന് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോറിൻ ഡോഗ്സിനെ ആൾക്കാർ വെളിയിലാക്കുന്നുണ്ട്. ഒരു കാലൊടിഞ്ഞാൽ, അതിനെന്തെങ്കിലും പരിക്ക് പറ്റിയാൽ, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയാൽ, എന്തെങ്കിലും സൂക്കേട് വന്നാൽ, അല്ല സ്കിൻ ഇൻഫെക്ഷൻ വല്ലതും വന്ന് ഗുരുതരമായിട്ടുള്ള പ്രശ്നമായി കഴിഞ്ഞാൽ ഈ പട്ടിയെ, അതിപ്പോൾ വില കൂടിയ പട്ടിയായാലും ശരിയേണ്ട റോഡിലേക്ക് അങ്ങ് തള്ളും. പിന്നെ അതിനെ എവിടെയെങ്കിലും വണ്ടിയിൽ കയറ്റി എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് അങ്ങ് പോകും. അങ്ങനെ ആക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും?
ഇതവിടെ കിടന്ന് ഈ ചൊറിയെല്ലാം പടർന്ന് മറ്റുള്ള ജീവികൾക്കും വന്നതിന് ശേഷം ഇതവിടെ മേറ്റ് ചെയ്ത് നാടൻ പട്ടികളുടെ ക്രോസ് ആയിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പരിയാഡോക്സ്, ഇന്ത്യൻ പരിയാഡോക്സ് എന്ന് പറയുന്ന പട്ടികൾ പല ബ്രീഡുകളുടെ മിക്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നമുക്ക് സ്വന്തം നായ്ക്കളുണ്ടായിരുന്നു, നമ്മുടെ തനതായിട്ടുള്ള നേറ്റീവ് ബ്രീഡുകളുണ്ടായിരുന്നു. നമുക്ക് രാജവാളയം എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലൊരു ബ്രീഡുണ്ട്, കന്നി, കൊമ്പൈ, ചിപ്പിപ്പാറ. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ചെങ്കോട്ട നായ ഉണ്ടായിരുന്നു, നമ്മുടെ തുറപ്പട്ടി, മലപ്പട്ടി, കോലുവരയൻ, ഇങ്ങനെ വട്ടച്ചെവിയൻ, മുയൽച്ചെവിയൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് തരം ബ്രീഡുകൾ കേരളത്തിൻ്റേതായ നാടൻ കുഞ്ഞൻ പട്ടി അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. നാടൻ ബ്രീഡുകൾ ഉണ്ടായിരുന്നു, നാടൻ ബ്രീഡുകൾ. ആ ബ്രീഡുകളൊക്കെ എവിടെ പോയി? അത്ര വലിയ മൃഗസ്നേഹികളാണെങ്കിൽ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ഇറങ്ങാത്തതുകൊണ്ടാണ്. ഈ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും നൂറുകണക്കിന് പശുവിനെയും കാളയെയും പോത്തിനെയും എരുമയെയും ആടിനെയും കോഴിയെയും ഒക്കെ വെട്ടുന്നുണ്ടല്ലോ. ഈ മൃഗസ്നേഹികൾ എന്താ ഇതിൻ്റെ ഒന്നും സമരം ചെയ്യാൻ ഇറങ്ങാത്തത്? അവരെന്തുകൊണ്ടാണ് ഈ പറയുന്ന നോൺ വെജ് ഹോട്ടലുകളുടെ മുമ്പിൽ പോയി സമരം ചെയ്യാത്തത്? മൃഗസ്നേഹികളല്ലേ. മൃഗസ്നേഹികളാകുമ്പോഴത്തേ എല്ലാ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണല്ലോ, അവർ വീഗന്മാരാണല്ലോ. അല്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാരാണ്, നമ്മൾ ആഹാരത്തിന് വേണ്ടി ഓരോ ജീവിയെ കഴിക്കും, ഇഷ്ടമുള്ള ജീവിയെ കഴിക്കും, ഇഷ്ടമില്ലാത്ത ജീവിയെ കഴിക്കില്ല. മനുഷ്യൻ അവൻ്റെ വിവേകത്തിനനുസരിച്ച്, അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് അവൻ്റെ വിനോദത്തിന്, അവൻ്റെ സംരക്ഷണത്തിന്, അവൻ്റെ ആഹാരത്തിനെയൊക്കെ എല്ലാ ജീവികളെയും ഉപയോഗപ്പെടുത്തും. അവൻ ഉത്സവം നടത്തുമ്പോൾ കാണാനും ചന്തത്തിനും ഭംഗിക്കും ആചാരത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ആനയെ ഉപയോഗിക്കും. അവൻ്റെ സംരക്ഷണത്തിന്, അവൻ്റെ സുരക്ഷയ്ക്ക്, അവൻ്റെ ആവശ്യത്തിനായിട്ട് അവൻ പട്ടിയെ ഉപയോഗിക്കും. അവന് കൊന്ന് ഇറച്ചി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കന്നുകാലികളെ ഉപയോഗിക്കും, കോഴിയെ ഉപയോഗിക്കും, ആടിനെ ഉപയോഗിക്കും, ഇങ്ങനെയുള്ള പല ജീവികളെ ഉപയോഗിക്കും. അത് മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഈ ജീവികളെ ഉപയോഗിക്കുന്ന വലിയ മൃഗസ്നേഹികളുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവരാദ്യം ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ഇറങ്ങുക, ഈ പറയുന്ന സ്വയം സംരക്ഷിച്ച് കാണിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുക എന്നുള്ളതാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? കോർപ്പറേഷൻ്റെ മുന്നിൽ വന്നിട്ട് ഈ പറയുന്ന എവിടെ തെരുവ് നായ്ക്കൾ, എവിടെ തെരുവ് നായ്ക്കളുടെ കടിയേറ്റിട്ട് ആൾക്കാർ ആശുപത്രിയിലാവുമല്ലോ. അവർ ഈ മൃഗസംരക്ഷണം പറയാൻ അറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ആശുപത്രിയിലാവുന്ന മനുഷ്യനെ സംരക്ഷിക്കാൻ ഇറങ്ങാത്തത്? അവർക്ക് സൗജന്യമായി ചികിത്സ നൽകാൻ. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ മാഫിയകളുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ആരോപണം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, വാക്സിൻ മാഫിയ. ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ഇവിടെ തെരുവ് നായയുടെ കടിയേൽക്കുന്നത്. എന്നും പത്രത്തിലുണ്ട്, തെരുവ് നായയുടെ കടിയേറ്റു എന്ന വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. എല്ലാ ദിവസത്തെയും പത്രത്തിൽ ഒരു വാർത്തയെങ്കിലും കാണും തെരുവ് നായയുടെ കടിയേറ്റു എന്നുള്ളത്. അപ്പോൾ എത്രയായിരം ആൾക്കാർക്ക് ഈ കേരളത്തിൽ മാത്രം തെരുവ് നായയുടെ കടിയേൽക്കുന്നുണ്ട്. അങ്ങനെ കടിയേൽക്കുന്ന ആൾക്കാരിൽ എവിടെയാണ് പോകുന്നത്? വാക്സിൻ എടുക്കാൻ. ഒന്നിൽ സർക്കാർ ആശുപത്രി, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി. കൂടുതൽ പേര് സർക്കാർ ആശുപത്രിയിൽ പോകും. അപ്പോൾ വാക്സിൻ കമ്പനികൾക്ക് സർക്കാരിന് വലിയ ഭീമമായ തുക കൊടുത്ത് ഈ വാക്സിനുകൾ വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനികൾക്ക് ലാഭം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അവർ പറയാമല്ലോ, നിങ്ങൾ വാക്സിൻ പട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്സിൻ വിൽക്കാൻ പറ്റുള്ളൂ, പട്ടി കടിച്ചാലേ വാക്സിൻ വിൽക്കാൻ പറ്റുള്ളൂ, പൂച്ച മാന്തിയാലേ വാക്സിൻ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമോ? അതായത് തെരുവ് നായ്ക്കൾ വേണം, തെരുവിൽ വേണമെന്ന് പറയുമോ, വേണ്ടാന്ന് പറയുമോ? അപ്പോൾ ഈ പറയുന്ന സമരം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വാക്സിൻ കമ്പനികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? അറിയില്ല. ഇങ്ങനെയൊക്കെ ആൾക്കാർ ആരോപിക്കാം. അങ്ങനെ ആരോപിച്ചു കഴിഞ്ഞാൽ അത് അവരാണ് തെളിയിക്കേണ്ടത്, നമുക്കറിയില്ല. ഇത്തരം ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, ഈ വ്യാജ മൃഗസ്നേഹികളാണെന്ന് സ്വയം മൃഗസ്നേഹികളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വ്യാജ മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കൂടി വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട്. നാട്ടുകാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല. മൃഗസ്നേഹികൾ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ്. ഇത് മാത്രവുമല്ലല്ലോ, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും മൃഗങ്ങളുടെ ഭാഗമായിട്ട് അനുഭവിക്കുന്നില്ലേ? അതിനെന്താ പരിഹാരം കാണാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം? ഇത് ഈ പറയുന്ന ഒരു മൃഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ടേ? കൊതുക് കടിക്കുമ്പോൾ അവർ അടിക്കാതിരിക്കുമോ? മൃഗസ്നേഹികളാണല്ലോ. അയ്യോ, എനിക്ക് ഈ ജന്തുക്കളോടൊക്കെ വലിയ സ്നേഹമാണ്, മൃഗങ്ങളോട്, പക്ഷികളോട്, ജീവികളോട്, എല്ലാ ജീവികളോടും ഒക്കെ സ്നേഹമാണ്. അത് മൃഗം എന്ന് പറയുന്ന ഒരു ജീവിയോട് മാത്രം, എല്ലാ ജന്തുക്കളോടും ഒരുപാട് സ്നേഹം വേണ്ടേ? അപ്പോൾ പ്രാണികളോടൊക്കെ എനിക്ക് സ്നേഹമാണ്. അതുകൊണ്ട് കൊതുക് കടിച്ചാൽ ഞാൻ അടിക്കില്ല, കാരണം എനിക്ക് കൊതുകിനോടൊക്കെ സ്നേഹമാണുള്ളത്. ഞാൻ മൃഗസ്നേഹിയാണ്, പ്രാണി സ്നേഹിയാണ്, പക്ഷി സ്നേഹിയാണ്, ജന്തു സ്നേഹിയാണ്. പാമ്പ് വന്നാലും കുഴപ്പമില്ല. ഇവർ ഈ പട്ടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ, തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട്. എന്തുകൊണ്ട് പാമ്പിൻ്റെ കാര്യത്തിൽ ഇറങ്ങാത്തത്? പാമ്പ് ഇവരെ കടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാമ്പ് ഒരിടത്ത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇവരെന്താ ചെയ്യുക? ഇവർ മാത്രമേ ഉള്ളൂ വീട്ടിൽ, മൃഗസ്നേഹി മാത്രമേ വീട്ടിലുള്ളൂ. എന്ത് ചെയ്യും? പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ, ബെഡ്റൂമിൽ പാമ്പിരിക്കുന്നു, എന്ത് ചെയ്യും? ഒരു വടിയെടുക്കുക, അടിച്ചു കൊല്ലുക, അത്രയല്ലേ ചെയ്യുള്ളൂ. സാമാന്യ മനുഷ്യനെ അതേ ചെയ്യുള്ളൂ കേട്ടോ. വലിയ ആൾക്കാരുടെ കാര്യം നമുക്കറിയില്ല. അതായത് സാധാരണ മനുഷ്യൻ, നമ്മളെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ പാമ്പിനെ കണ്ടാൽ പേടിച്ച് നിലവിളിക്കും, പിന്നെ ഒരു വടിയെ എന്ത് കിട്ടും അതിനെ അടിച്ച് കൊല്ലാൻ
എന്ന് നമ്മൾ ആലോചിക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഇതിനെ പുറത്താക്കണം, അടിച്ച് അവശരാക്കിയാലേ പുറത്താക്കാൻ പറ്റുള്ളൂ. ഇത് ചാടി കൊത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ കടി എങ്ങനെയാണ് കിട്ടുക, എത്ര വേഗത്തിൽ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും സാമാന്യ യുക്തി പ്രകാരം ഇതിനെ പ്രതിരോധിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. പട്ടി കടിക്കാൻ വന്നാൽ ഒന്നുകിൽ ഓടും, ഇല്ലെങ്കിൽ തിരിച്ചാക്രമിക്കും. ഇത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ പാമ്പിനെ കണ്ടാലും ഇത്തരത്തിലേക്ക് മനുഷ്യൻ ചെയ്യുകയുള്ളൂ. മൃഗസ്നേഹികൾ അങ്ങനെ എല്ലാത്തിലും ഒരേ നിലപാടാണോ എടുക്കുന്നത് എന്നൊരു സംശയം വരും. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ഇത്തരത്തിലുള്ള ഗൂഢാലോചന ചില ആൾക്കാരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ പേരിലായിരുന്നു സമരം. തെരുവ് നായ്ക്കൾ ഇല്ലാതായപ്പോൾ തെരുവ് നായ്ക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ ഈ സമരം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഇവരുടെയൊക്കെ മൃഗസ്നേഹം എന്ന് പറയുന്നത് കപടം മാത്രമാണ്. കാരണം ഒരു കാര്യം കൂടെ ചോദിക്കുക, ഒരൊറ്റ കാര്യം കൂടെ, ഇവർ വലിയ മൃഗസ്നേഹികളാണെങ്കിൽ ഇവർ വാക്സിൻ ഉപയോഗിക്കാതിരിക്കുമോ? ഇവർ മരുന്ന് ഉപയോഗിക്കാതിരിക്കുമോ? എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. ഈ ചോദ്യം ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അറിയുമോ? ഒരു വാക്സിൻ നിർമ്മിക്കാനായിട്ട് എത്ര ആയിരം ജീവികളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഒരു വാക്സിൻ കണ്ടെത്തുന്നു, അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ഗിനിപ്പന്നികളിൽ, മുയലുകളിൽ, പല ജീവികൾ, എലികളിലൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവികൾ പലതും ചത്തുപോകും. മരുന്നുണ്ടാക്കുമ്പോഴത്തേക്കും പല ജീവികളും ചത്തുപോകും. ഇവർക്ക് പനി പിടിച്ച് വേറൊരു ഫീവർ വന്ന ഈ മൃഗസ്നേഹി പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കൂലേ? എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എത്രയോ തവണ പരീക്ഷണം നടത്തിയതിൻ്റെ ഫലമാണ് ഇന്ന് കഴിക്കുന്ന ഓരോ മരുന്നും. അങ്ങനെ പല ജീവികളിൽ നമ്മൾ പരീക്ഷണം നടത്തി അത് വിജയിച്ച് മനുഷ്യരിൽ പരീക്ഷിച്ച് മനുഷ്യൻ അത് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ അവൻ ഇന്ന് പ്രതിരോധ ശക്തിയോടുകൂടി പനി വന്നാൽ ചികിത്സിച്ച്, രോഗം വന്നാൽ ചികിത്സിച്ച് ഒക്കെ നിൽക്കുന്നത്. അത് വാക്സിനായാലും ഗുളികകളായാലും മരുന്നുകളായാലും എല്ലാം മനുഷ്യൻ ഉപയോഗിക്കുന്ന പരീക്ഷണം നടത്തിയിട്ട് തന്നെയാണ്. ഈ മൃഗസ്നേഹികൾ പറയുന്ന പോലെ ഒരു മൃഗത്തിനെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുമോ, മരുന്നുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ന്യായം എവിടെ പോകുവരുടെ? അതാണ് പറഞ്ഞത്, വിവേകിയായ മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിന് അവൻ്റെ ആവശ്യം എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് ഓരോ ജീവിയെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മിതത്വം അവൻ പാലിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അവൻ ഈ പറയുന്ന എല്ലാ ജീവിയെയും ഒരുപാട് അങ്ങനെ കൊന്നൊടുക്കില്ല. അവൻ്റെ ആവശ്യത്തിന് അവൻ അത് ഉപയോഗിക്കുകയുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടായാലും ഒരുമിച്ചങ്ങ് കൊന്നൊടുക്കില്ല. ആവശ്യത്തിന് വീണ്ടും ഇതിൽ വേണം. അതിനെയാണ് ഒരു സന്തുലിതമായ അവസ്ഥ എന്ന് പറയുന്നത്. അത് വിവേകിയായ മനുഷ്യനാണുള്ള. വിവേകമില്ലാത്ത മനുഷ്യൻ ഇത്തരത്തിൽ ഒന്നും ചെയ്യരുത്, വീഗനായിക്കോളൂ, എല്ലാവരും മൃഗസ്നേഹികളായിക്കോളൂ എന്നൊക്കെ പറയും. പക്ഷേ അവരെല്ലാവരും തരത്തിനനുസരിച്ച് പറയും. ഈ മൃഗസ്നേഹികളുടെയൊക്കെ കൊച്ചിന് സുഖമില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ഇവർ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ ഓടുമല്ലോ. ഓടുമ്പോൾ എന്ത് ചെയ്യും? അവിടെ മരുന്ന് വേണമല്ലോ. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുകയാണ്, അയ്യോ മരുന്ന് തരാൻ പറ്റില്ല, കാരണം ഇത് മൃഗങ്ങളിലൊക്കെ പരീക്ഷിച്ച് മൃഗങ്ങളെയൊക്കെ കൊന്നിട്ടുണ്ടായ ക്രൂരതയിൽ ഉണ്ടാക്കിയ മരുന്നാണ്, നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ മൃഗസ്നേഹി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം ഉണ്ടാവുമോ? ഇവർക്ക് അപ്പോൾ ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ മരുന്ന് വേണം, അയ്യോ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കും, മരുന്ന് എന്ന് പറയുന്നവർ. അപ്പോൾ ഇതൊക്കെ കൃത്യമായ ഇരട്ടത്താപ്പാണ്, കള്ളത്തരമാണ്, പൊള്ളയാണ് എന്നുള്ളതിൽ യാതൊരു തെളിവും മറ്റൊന്നും ആവശ്യമില്ല. മൃഗസ്നേഹി എന്ന് പറയുന്നത് കപടവർഗമാണ്. മനുഷ്യസ്നേഹിയായിരിക്കുക, ലോക നന്മ ആഗ്രഹിക്കുക, എല്ലാ ജീവികളെയും ഒരുപോലെ സ്നേഹിക്കുക. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിവാണ്. ആ വിവേകത്തെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ ബോധത്തെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതിലൂടെ ലോക നന്മ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒന്നിനു വേണ്ടി മാത്രം വാദിക്കുന്നവർ മൃഗസ്നേഹി എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുന്നവർ തീവ്രവാദികളാണ്. അത് തിരിച്ചറിയണം. അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ വി രാജേഷിനെതിരെ ആയാലും ശരി തന്നെ, മറ്റേത് സംവിധാനത്തിലായാലും ശരി തന്നെ, ഇവരിറങ്ങുന്നത് ഇരട്ടത്താപ്പോടുകൂടിയാണ്. BJP സർക്കാർ ഭരിക്കുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള പല ശക്തികളും വന്നിറങ്ങും. അവർ വലിയ പ്രശ്നങ്ങളുമായിട്ട് വരും. അവർ ഇതുപോലെ നാടൻ കെട്ടങ്ങ് പോവുകയും ചെയ്യും. തിരുവനന്തപുരത്ത് വേറെ ആരും ഇവരെ അടുപ്പിച്ചില്ല, മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് കാര്യം. ഏതായാലും ഇതൊക്കെ വെറും വ്യാജവും പൊള്ളയുമാണ് എന്ന് ഇതോടെ തെളിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.